ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റെല്ലാ നേതാക്കന്മാർക്കും ചിലപ്പോൾ ഒരു പകരക്കാരനുണ്ടായേക്കാം. പക്ഷേ രാഹുലിന് രാഹുൽ മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പൊതുബോധം തന്നെയാണ്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുക, തന്നോട് ആവശ്യമറിയിച്ചവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, എല്ലാവരെയും ആശ്വസിപ്പിക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന ജനകീയനായ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. അത്തരത്തിലുള്ള ചില സംഭവങ്ങളാണ് കേരള സന്ദർശനത്തിനിടയിൽ രാഹുലിൽ നിന്ന് കേരളീയർ അനുഭവിച്ചിട്ടുള്ളത്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോൾ മാനന്തവാടിയിൽ സംഭവിച്ച ഒരു ദൃശ്യം നിങ്ങൾ കാണുക. ജോലി ചെയ്യുന്നുണ്ടോ? എത്ര റുപ്യ ചെലവാക്കി പിന്നെ പോയിട്ടുണ്ടോ? നഷ്ടപ്പെട്ടുണ്ടോ? ഏകദേശം കണക്കുണ്ടോ? എല്ലാം പോയി. 4-5 ലക്ഷം രൂപ പോയിട്ടുണ്ടോ? 5 lakhs. 3 children. മറ്റുള്ളവരോട് പോയി ഹോസ്റ്റലില്. She is not looking worried. അവർക്ക് സന്തോഷമാണെന്ന്. ഗുഡ്. Positive. നിങ്ങളുടെ പേരെന്താ? Not to worry. വിഷമിക്കണ്ട കേട്ടോ, മാമനുണ്ട് കൂടെ. ആരാണ് പറഞ്ഞേ? ആരാണത്? പേര് പറ. ഓക്കെ. ഇത്തരത്തിൽ ഒരുപാട് ദൃശ്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധിയുടേത്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം പുലർത്തുന്ന മാന്യതയുടെ പച്ചയായ മുഖങ്ങൾ നമുക്ക് തെളിയിച്ചു തന്ന ഒരുപാട് ദൃശ്യങ്ങൾ. ഇതൊക്കെ മുഖ്യമന്ത്രിമാരും രാജ്യത്തെ പ്രധാനമന്ത്രിയുമൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നരേന്ദ്രമോദിക്ക് മുന്നിൽ അല്ലെങ്കിൽ ക്യാമറ കടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ പരസ്യമായി വഴക്ക് പറഞ്ഞുകൊണ്ട് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾക്കും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്കുമൊക്കെ വലിയ പ്രസക്തി നേടിക്കൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.